ഇസ്രായേൽ സൊമാലിലാൻഡിൽ കണ്ണുവയ്ക്കുന്നത് എന്തിന്? ഇസ്രായേലിന്റെ സൊമാലിലാൻഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ അറബ് രാജ്യങ്ങളുടെ വലിയ പ്രതിഷേധം, ഇസ്രായേലിനെതിരെ പടയൊരുക്കവുമായി അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ. സൊമാലിലാൻഡിനെ അംഗീകരിച്ച ആദ്യത്തെ ലോകരാജ്യമായി ഇസ്രായേൽ മാറിയത് ദിവസങ്ങൾക്ക് മുൻപാണ്. സൊമാലിലാൻഡിനെ ഒരു രാജ്യമായി ഔദ്യോഗികമായി തങ്ങൾ അംഗീകരിക്കുകയാണെന്നും സൊമാലിലാൻഡുമായി ചില സൈനിക ഇടപെടലുകൾ ഭാവിയിൽ തങ്ങൾ നടത്തുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചത് സത്യത്തിൽ അറബ് രാജ്യങ്ങളെ, ഇസ്ലാമിക രാജ്യങ്ങളെ ചെറുതായൊന്നുമല്ല ഞെട്ടിച്ചത്. 34 വർഷമായി സ്വയം പ്രഖ്യാപിത ഒരു രാജ്യമായി പ്രവർത്തിക്കുന്നുവെങ്കിലും ലോകത്തിലെ ഒരു രാജ്യവും ഇതുവരെ സൊമാലിലാൻഡിനെ ഒരു രാജ്യമായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. സ്വന്തമായി കറൻസി ഉണ്ട്, സ്വന്തമായി ഭരണഘടനയുണ്ട്, സ്വന്തമായി ഒരു ഭരണകൂടമുണ്ട്, സ്വന്തമായി സൈന്യമുണ്ട്, സ്വന്തമായി പോർട്ടുകളുണ്ട്, സ്വന്തമായി മറ്റ് എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും സൊമാലിലാൻഡ് എന്ന ഒരു രാജ്യത്തെ ഇതുവരെ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രിയായി ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തിനേറെ പറയുന്നു, ഇന്ത്യ പോലും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു സൊമാലിലാൻഡിനെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇസ്രായേൽ ഒരു രാജ്യമായി അംഗീകരിക്കുകയും അവരുമായി ചങ്ങാത്തത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നത്? ഇവിടെയാണ് ഇസ്രായേലിന്റെ ഈ ഗൂഢനീക്കത്തിന് പിന്നിലെ വലിയ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടത്. 2 കാര്യങ്ങളാണ് ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഒന്ന്, ഗാസയിലെ അവശേഷിക്കുന്ന പാലസ്തീനികളെ എവിടേക്കെങ്കിലും നാടുകടത്തേണ്ടതുണ്ട്. എവിടേക്ക് നാടുകടത്തും? അമേരിക്ക അതിൽ കുറെ പേരെ ഏറ്റെടുക്കാമെന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്ക അവരെ പാലസ്തീന്റെ ഒരു ഭാഗത്ത് മാറ്റിവെക്കുകയും പാലസ്തീന്റെ ഒരു ഭാഗത്താക്കി അവരെ മാത്രം ഒഴിപ്പിക്കുകയും ബാക്കിയുള്ള ഭൂപ്രദേശം ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ ആക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ പാലസ്തീനികളെ, 20 ലക്ഷത്തോളം വരുന്ന പാലസ്തീനികളെ തള്ളാൻ ഒരു സ്ഥലം ഇസ്രായേലിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ സൊമാലിലാൻഡ് എന്ന രാജ്യവുമായി ചങ്ങാത്തം കൂടുകയും സൊമാലിലാൻഡിലെ വലിയൊരു ഭൂപ്രദേശം വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ആ ഭൂപ്രദേശം ഒഴിപ്പിക്കുകയോ ചെയ്തിട്ട് അവിടേക്ക് ഈ പാലസ്തീനികളെ തള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത. അങ്ങനെയെങ്കിൽ പാലസ്തീനിലുള്ള ഗാസക്കാരുടെ ശല്യം അതോടുകൂടി അവസാനിക്കും. പാലസ്തീനകളെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കാം. ഗാസയിൽ പിന്നെ എന്നേക്കുമായി ഇസ്രായേലിന് സമാധാനത്തോടു കൂടി കഴിയുകയും ചെയ്യും. അതേസമയം രണ്ടാമത്തെ കാര്യം, സൊമാലിലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ചെങ്കടലിന്റെ തീരത്തായിട്ടാണ്, അതായത് യമന്റെ നേർ എതിർദിശയിൽ. അപ്പോൾ യമനുമായി ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ യമനിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ് സൊമാലിലാൻഡ്. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളിൽ ഒരാളാണ് ഹൂതികൾ, യമനിലെ വിമത സൈന്യം. ആ ഹൂതികൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുണ്ട്. ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു പ്രോക്സിയാണ് ഈ ഹൂതികൾ. ആ ഹൂതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നത് തന്നെ. ആ ഹൂതികൾക്ക് നേരെ ഏറ്റവും എളുപ്പത്തിൽ ആക്രമണം നടത്താനുള്ള ഒരു ഭൂപ്രദേശമായിട്ടാണ് സൊമാലിലാൻഡിനെ ഇസ്രായേൽ കണക്കാക്കുന്നത്. സൊമാലിലാൻഡുമായി ബന്ധമുണ്ടാക്കുകയും സൊമാലിലാൻഡുമായി സൈനിക സഹകരണം ഉണ്ടാക്കുകയും ചെയ്താൽ സൊമാലിലാൻഡിന്റെ ഒരു പ്രദേശത്ത് തങ്ങളുടെ ഒരു ബേസ് ക്യാമ്പ് ആരംഭിക്കാനാകുമെന്ന് ഇസ്രായേൽ കണക്കൂട്ടുന്നു. ഒരു സൈനിക ബേസ് സൊമാലിലാൻഡിൽ ആരംഭിച്ചാൽ വളരെ എളുപ്പത്തിൽ ഹൂതികൾക്ക് നേരെ യമനിലേക്ക് ആക്രമണം നടത്താമെന്നും യമനിലെ ഹൂതികളുടെ ഹൊദൈദ അടക്കമുള്ള തുറമുഖങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്താമെന്നും അത് ഈസിയായി ചെയ്യാൻ കഴിയുമെന്നും ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു. ഈ രണ്ടാമത്തെ ലക്ഷ്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് സൊമാലിലാൻഡ് എന്ന ഭൂപ്രദേശവുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു ബന്ധമുണ്ടാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നതും സൊമാലിലാൻഡ് എന്ന രാജ്യത്തെ ഔദ്യോഗികമായി ഇസ്രായേൽ അംഗീകരിക്കുന്നതും. ഇത് കൃത്യമായി അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഈജിപ്റ്റ്, തുർക്കി, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇത് കൃത്യമായി അറിയാം. ഇത് മാത്രവുമല്ല, സൊമാലിലാൻഡ് പോലൊരു ഭൂപ്രദേശത്ത് സ്വന്തം സൈനിക ബേസ് ഇസ്രായേൽ ഉണ്ടാക്കിയാൽ അത് മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും മാത്രമല്ല ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയാണ് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സൊമാലിലാൻഡുമായുള്ള ബന്ധത്തെ, ഇസ്രായേലിന്റെ ബന്ധത്തെ അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും നഖശിഖാന്തം എതിർക്കുന്നത്. അവർ അതിനെതിരെ വലിയ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അതേസമയം ഇത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഏത് രാജ്യവുമായി യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. ഇസ്രായേലിന്റെ ചിന്തകൾ ഇസ്രായേൽ എന്ന് ചിന്തിക്കുമെന്നുള്ളത് അടുത്ത മണിക്കൂറുകളിലോ അടുത്ത വർഷം പോലും മറ്റൊരു രാജ്യത്തും ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഹൂതികൾ എന്ന പരമ്പരാഗത ശത്രുവിനെ തീർക്കാൻ വേണ്ടി സൊമാലിലാൻഡിൽ വലിയൊരു സൈനിക ബേസിനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന.